ഹായ് ഓൾ, എഡ്യു ഹോപ്പിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +1 ഫിസിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ ചെക്ക് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബെർണോളിസ് തിയറം എന്ന ടോപ്പിക്കാണ്. ബെർണോളിസ് തിയറം കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ബെർണോളിസ് തിയറം എന്താണെന്നും ബെർണോളിസ് തിയറം എങ്ങനെ പ്രൂവ് ചെയ്യാവുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇച്ചിരി ലെങ്തി ടോപ്പിക്കാണ്. മാക്സിമം ഷോർട്ട് ആക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പഠിക്കുക, ഇതിലും ഷോർട്ട് ആക്കരുത്. കാരണം മാക്സിമം നമ്മൾ തിയറി പോർഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഡെറിവേഷൻസ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ അത് പഠിക്കുക. അപ്പം നമുക്ക് എന്താണ് ബെർണോളിസ് തിയറം എന്ന് നോക്കാം. ബെർണോളിസ് തിയറം, ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് the total energy of a small amount of fluid flowing without any friction remains constant throughout its flow. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇറഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആണെങ്കിൽ അത് ടർബുലന്റ് ഫ്ലോയും, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ അത് സ്ട്രീം ലൈൻ ഫ്ലോയുമാണ്. അപ്പൊ ബെർണോളിസ് തിയറം ഏത് ഫ്ലോയുമായി റിലേറ്റ് ചെയ്തതാണ്? സ്ട്രീം ലൈൻ ഫ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് വിത്തൗട്ട് എനി ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ ഇല്ലാതെ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഏത് തിയറം പറയുന്നത്? ബെർണോളിസ് തിയറം പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ഫ്ലോ ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഏത് ഫ്ലോ ആണ്? സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. So in the case of a streamline flow of fluid, the total energy of the fluid flowing without any friction remains constant throughout its flow. ഇതാണ് ഏത് തിയറം എന്ന് പറഞ്ഞാൽ? ബെർണോളിസ് തിയറം. അപ്പൊ ബെർണോളിസ് തിയറത്തിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ചേരുന്നതാണ് ടോട്ടൽ എനർജി? നോക്കിക്കേ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. അപ്പൊ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. നമ്മളൊരു പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നെന്ന് വെച്ചോ. ഫ്ലോ ചെയ്യുമ്പോൾ മോഷനിലായിരിക്കുമല്ലോ ഫ്ലൂയിഡ്. മോഷനിൽ പോകുന്ന പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എനർജിയാണ് എന്തോ എനർജി? കൈനറ്റിക് എനർജി. പിന്നെ പൊസിഷൻ വെച്ച് അതിനൊരു എനർജി കിട്ടും, അതാണ് എന്തോ എനർജി? പൊട്ടൻഷ്യൽ എനർജി. പിന്നീട് ഫ്ലൂയിഡിന്റെ കേസിൽ ഒരു എനർജിയും കൂടെ എക്സ്ട്രാ വരും. ഏത് എനർജിയാണ്? പ്രഷർ എനർജി. എങ്ങനെ വന്നതാണ്? ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സൈറ്റ് ചെയ്യും. ആ പ്രഷർ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് എന്തോ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി. അപ്പൊ ടോട്ടൽ എനർജി ഇൻ ദ കേസ് ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എനർജിയാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് ഏത് തിയറം എന്ന് പറഞ്ഞാൽ? ബെർണോളിസ് തിയറം. ഇനി മാത്തമെറ്റിക്കലി അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കിക്കേ. കൈനറ്റിക് എനർജി നമുക്കറിയാം, ഹാഫ് mv². m മാസ് ആണ്, v വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, പ്ലസ് mgh പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, മാസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ്, പ്ലസ് pv. ഈ ആദ്യത്തെ വിയും രണ്ടാമത്തെ വിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ക്യാപിറ്റൽ വി ആണ്, സ്മോൾ ലെറ്റർ വി അല്ല, ഇത് ക്യാപിറ്റൽ ലെറ്റർ വി ആണ്. മീൻസ് പ്രഷർ ഇൻറ്റു വോളിയം. പി പ്രഷർ ആണ്, വി എന്താണ്? വോളിയം ആണ്. അതാണ് പ്രഷർ എനർജി. അപ്പൊ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പി വി ആണ്, പ്രഷർ ഇൻറ്റു വോളിയം. അപ്പൊ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് തിയറം. ഇവിടെ വരെയെങ്കിലും എഴുതിയാൽ മതി. ഇനി നമ്മൾ വേണമെങ്കിൽ ഇതിനെ ത്രൂ ഔട്ട് മാസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വരെയാണെങ്കിലും കറക്റ്റ് ആണ് ബെർണോളിസ് തിയറം. പക്ഷെ നമ്മൾ പ്രൂഫ് എടുക്കുമ്പം എളുപ്പമാർഗത്തിന് വേണ്ടി ഇതിനെ ഒന്ന് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ടൈമിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹാഫ് mv²/m പ്ലസ് mgh/m പ്ലസ് pv/m ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഹാഫ് mv²/m എമ്മും എമ്മും കട്ടായി പോകും. ബാക്കി എന്തുകൊണ്ട്? ഹാഫ് v² പ്ലസ് എമ്മും എമ്മും mgh-ന്റെ എമ്മും താഴത്തെ എമ്മൂടെ കട്ടായി പ്ലസ് gh പ്ലസ് v/m എന്ന് പറഞ്ഞാൽ 1/ρ. അതെങ്ങനെയാ വന്നേന്ന് നോക്കാം. മാസ് ബൈ വോളിയം റോ ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണല്ലോ. ഇത് ക്യാപിറ്റൽ വി ആണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ടാൽ വോളിയം ബൈ മാസ് എന്ന് പറഞ്ഞാൽ 1/ഡെൻസിറ്റി അല്ലേ വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ v/m എന്ന് പറഞ്ഞാൽ p ഇൻറ്റു v/m ആണ്. ഈ v/mന് പകരം 1/ρ കൊടുക്കരുതോ? അപ്പൊ p ഇൻറ്റു 1/ρ എന്ന് വരും. അപ്പൊ pv/m എന്ന് പറഞ്ഞാൽ pv/m എന്ന് പറഞ്ഞാൽ p ഇൻറ്റു 1/ρ എന്ന് വരും. 1/ρ ആണ് എന്തെന്ന് എഴുതിയേക്കുന്നത്? p/r
റോ. പി ഇൻറ്റു 1/ρ ആണ് p/ρ എന്ന് എഴുതിയിരിക്കുന്നത്. p/ρ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓരോ ടൈമും അറിയാവോ എന്ന് നോക്കിക്കേ. സ്മോൾ ലെറ്റർ വി വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൈപ്പിൽ കൂടെയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ പൈപ്പ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിലാണുള്ളതാണ് എച്ച്. പി പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ്, റോ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. സോ ഇത്രയും കിട്ടി. ഹാഫ് വി സ്ക്വയർ എ പ്ലസ് ജി എച്ച് എ പ്ലസ് p/ρ ഈസിക്കൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറിയാം. എ വി ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ് സാധാരണ ഒരു കേസാണ്. ഒരു ജനറലൈസ്ഡ് ചെയ്താൽ എ വി ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ a1 v1 ഈസിക്കൽ ടു നമുക്ക് എന്ത് എഴുതാം, a2 v2 എന്ന് എഴുതാം. അതായത് എ ബി ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a1 b1 ഈസിക്കൽ ടു a2 b2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് വി സ്ക്വയർ എ പ്ലസ് ജി എച്ച് എ പ്ലസ് p/ρ ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഹാഫ് വേരിയബിൾസിനെ എല്ലാം 1 2 ആയിട്ട് മാറ്റണം. v1 സ്ക്വയർ എ പ്ലസ് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ്, അപ്പൊ അതിന് g1 എന്നൊന്നും ഇടരുത്, ജി കോൺസ്റ്റന്റ് ഇൻറ്റു ഹൈറ്റ് വേരി ചെയ്യും h1a പ്ലസ് p ബൈ റോ. അപ്പൊ p1/ρ പ്രഷർ വേരി ചെയ്യും, കാരണം ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യത്തില്ല, അതായത് ഒറ്റ ഫ്ലൂയിഡ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് p1/ρ ഈസ് ഈക്വൽ ടു വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യുന്നു. ഹാഫ് v2 സ്ക്വയർ എ പ്ലസ് gh2 പ്ലസ് p2/ρ. ഇതാണ് ഏത് തിയറം എന്ന് പറഞ്ഞാൽ ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു പ്രൂവ് ബെർണോളിസ് തിയറം. നമ്മൾക്ക് ഈ പ്രൂഫിൽ എത്തണം, അതായത് ഇവിടെ എത്തണം. ഹാഫ് v1 സ്ക്വയർ എ പ്ലസ് gh1a പ്ലസ് p1/ρ ഈസ് ഈക്വൽ ടു ഹാഫ് v2 സ്ക്വയർ എ പ്ലസ് gh2 പ്ലസ് p2/ρ. ഇവിടെ എത്തണം. എങ്ങനെ എത്താൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇച്ചിരി ലെങ്തി ആണ്, പക്ഷെ മാക്സിമം ഷോർട്ട് ആക്കി എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യാനുള്ള ഫിഗർ. ഈ ഫിഗർ ഇതേപോലെ തന്നെ വരയ്ക്കുക. അഡീഷണൽ ആയിട്ട് ഒരു ഡെക്കറേഷനും വേണ്ട. സിമ്പിൾ ആയിട്ട് ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എ എന്ന് പറയുന്ന പോർഷൻ മാർക്ക് ചെയ്താണ്ടോ അവിടെ ഏരിയ കൂടുതലായിരിക്കണം. ബി എന്ന് പറയുന്ന പോർഷനിൽ ചെല്ലുമ്പോൾ ഏരിയ കുറവായിരിക്കണം. ഒരു പൈപ്പാണ് വരച്ചിരിക്കുന്നത്. ഫ്ലൂയിഡ് ഫ്ലോ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എ എന്ന് പറയുന്ന റീജിയനിലേക്കുള്ള ഹൈറ്റ് ആണ് h1. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബി എന്ന് പറയുന്ന റീജിയനിലേക്കുള്ള ഹൈറ്റ് ആണ് h2. നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നു? കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ ഓർ ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി റോ ഫ്ലോയിങ് ത്രൂ പൈപ്പ് ഓഫ് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതൊരു പൈപ്പാണ്. പൈപ്പിന് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പിൽ കൂടി ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു. ഇനി ഇത്രയും സാധനമാണ് നമ്മൾ തിയറി എഴുതുന്നതിന് പകരം, നമ്മൾ സാധാരണ ഒരു ഡെറിവേഷന് കഥ എഴുതുന്നതിന് പകരം ഓരോ ലെറ്റേഴ്സ് ആയിട്ട് വർക്ക് ഡിനോട്ട് ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ ലെറ്റർ v1 വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ എയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ് v1 എന്ന് പറയാം. അപ്പൊ v2 എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ ബി, ബിയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ് v2. p1 പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ എയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ ആണ് p1. 2 അപ്പൊ p2 എന്തായിരിക്കും? പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ ബി, സെക്ഷൻ ബിയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ ആണ് p2. ഇനി ക്യാപിറ്റൽ v1 ക്യാപിറ്റൽ v2 ആണ്. ക്യാപിറ്റൽ v1 എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ഓർ വോളിയം ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ എയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ വോളിയമാണ് എ. ബിയിൽ കൂടി പോകുന്ന വോളിയം ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ ബി, ബിയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ വോളിയമാണ് v2. ഇത്രയും സാധനം മാത്രം. സ്മോൾ v1 സ്മോൾ v2, p1 p2, ക്യാപിറ്റൽ v1 ക്യാപിറ്റൽ v2, ഇത്രയും സാധനം മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യമേ ഡെൻസിറ്റി പറയുന്നുണ്ട്. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് പറയുന്നുണ്ട്? റോ ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പോയിന്റ്, എല്ലാത്തിൻ്റെയും ഓരോ സെക്ഷന്റെയും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന മാർഗം. ഓരോ സെക്ഷനിലെയും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി കണ്ടുപിടിക്കുക, അതിന്റെ ഗെയിൻ എടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രയാണ്. ഓരോ സെക്ഷനിലെയും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി കണ്ടുപിടിക്കുക, അതിന്റെ ഗെയിൻ എടുക്കുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൈനറ്റിക് എനർജി എങ്ങനെയാ? കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ എ, സെക്ഷൻ എയിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് എഴുതി. ഹാഫ് m v1 സ്ക്വയർ. എന്തുകൊണ്ട് v1 വന്നു? വെലോസിറ്റി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെക്ഷനിൽ കൂടി പോകുന്ന വെലോസിറ്റി v1 ആണ്. എന്തുകൊണ്ട് m1 എന്ന് കൊടുത്തില്ല? കാരണം ഫ്ലൂയിഡിന്റെ മാസ് നമ്മൾ റിമെയിൻസ് എന്താണെന്ന് എടുക്കുന്നു? കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കുന്നു. കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ സെക്ഷൻ ബി,
അപ്പൊ എത്ര വരും? ഹാഫ് എമ്മിന് മാറ്റമില്ലല്ലോ, കോൺസ്റ്റന്റ് ആണല്ലോ. വെലോസിറ്റി മാറി, സെക്ഷൻ ബിയുടെ വെലോസിറ്റി v2 ആണ്. അപ്പൊ ഹാഫ് എം v2 സ്ക്വയർ. ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? കൂടുതലുള്ള കൈനറ്റിക് എനർജിയെ മൈനസ് കുറവുള്ള കൈനറ്റിക് എനർജി. ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? ഹാഫ് എം v1 സ്ക്വയർ മൈനസ് ഹാഫ് എം v2 സ്ക്വയർ. ഹാഫ് എം കോൺസ്റ്റന്റ് ആണ്. v2 ആണോ v1 ആണോ വലുതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിൽ ബിയിൽ കൂടി പോകുന്ന വെലോസിറ്റി അല്ലേ v2. ഏരിയ കുറയും തോറും വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അതായത് v2 ആണ് കൂടുതൽ ആരെക്കാളും? v1നേക്കാളും. അതുകൊണ്ടാണ് ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ വന്ന് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി കിട്ടി. ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. PE പൊട്ടൻഷ്യൽ എനർജി. കൺഫ്യൂഷൻ ആവരുത്. രണ്ട് P പ്രഷർ എനർജി വരുമ്പോഴും അതിനും PE എന്നിടരുത്. അതിനെ പ്രഷർ എനർജി എന്ന് തന്നെ എഴുതണം പരീക്ഷയ്ക്ക്. കാരണം പൊട്ടൻഷ്യൽ എനർജി PE എന്നിട്ടാൽ അടുത്തതും PE എന്നിടുവാണെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോകും. അതുകൊണ്ട് PE എന്ന പൊട്ടൻഷ്യൽ എനർജി ഇട്ട് പ്രഷർ എനർജി അതുപോലെ തന്നെ എഴുതണം. പ്രഷർ എനർജി എന്ന് തന്നെ എഴുതണം. അടുത്ത പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ എയിൽ കൂടി പോകുന്ന പൊട്ടൻഷ്യൽ എനർജി mgh1. എം കോൺസ്റ്റന്റ് ആണ്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയും കോൺസ്റ്റന്റ് ആണ്. h1 മാത്രം വേരിയും. കാരണം സെക്ഷൻ എയിലേക്കുള്ള ഗ്രൗണ്ടിൽ നിന്ന് സെക്ഷൻ എയിലേക്കുള്ള ഹൈറ്റ് ആണ് എത്ര എന്ന് പറയുന്നത്? h1 എന്ന് പറയുന്നത്. സെക്ഷൻ ബിയിലേക്കുള്ള ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്ന് സെക്ഷൻ ബിയിലേക്കുള്ള ഹൈറ്റ് h2 ആണ്. അപ്പൊ അത് മാത്രമേ മാറത്തുള്ളൂ, വേറൊന്നും മാറത്തില്ല. അപ്പൊ എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ എ mgh1. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ ബി mgh2. അങ്ങനെയാണ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി നേരത്തെ പോലെ mgh2 മൈനസ് mgh1 ബിക്കോസ് h2 ഈസ് ഗ്രേറ്റർ ദാൻ h1. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തെ പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ എ P1 V1. കാരണം പ്രഷറും വേരി ചെയ്യും, വോളിയവും വേരി ചെയ്യും. രണ്ടും വേരിയബിൾസ് ആണ്. PV1 എന്ന് എഴുതരുത്, P1 V1. പ്രഷർ 1, വോളിയം 1. പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ ബി P2 V2. കാരണം ജനറൽ ഇക്വേഷൻ PV ആണല്ലോ, രണ്ടിടത്തും വേരി ചെയ്യുന്നുണ്ട്. ഒരിടത്ത് P1 V1 അടുത്തടുത്ത് P2 V2. പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ എ P1 V1. പ്രഷർ എനർജി ഓഫ് ഫ്ലൂയിഡ് ത്രൂ സെക്ഷൻ ബി P2 V2. അടുത്ത സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഗെയിൻ ഇൻ പ്രഷർ എനർജി P2 V2 മൈനസ് P1 V1 അല്ല, മറിച്ച് P1 V1 മൈനസ് P2 V2 ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രഷറും വോളിയവും കൂടെ വന്നാൽ നമ്മൾ വോളിയത്തെ കൺസിഡർ ചെയ്യുക. പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക? വോളിയത്തിന് കൊടുക്കുക. അപ്പൊ എ എന്ന് പറയുന്ന ഏരിയയിൽ കൂടിയുള്ള വോളിയം അല്ലേ കൂടുതൽ? നോക്കിയേ, എയിൽ കൂടിയുള്ള വോളിയം കൂടുതലും ബിയിൽ കൂടിയുള്ള വോളിയം കുറവുമാണ്. അപ്പൊ V1 ഗ്രേറ്റർ ദാൻ V2. അതുകൊണ്ടാണ് എങ്ങനെ എഴുതിയത്? P1 V1 മൈനസ് P2 V2. തിരിച്ചെഴുതരുത്. P2 V2 മൈനസ് P1 V1 എന്ന് എഴുതരുത്. വോളിയത്തിന് പ്രയോറിറ്റി കൊടുക്കുക. വോളിയം കൂടുതലുള്ളത് ആദ്യത്തെ സെക്ഷനിലാണ്. അതുകൊണ്ട് P1 V1 മൈനസ് P2 V2. ഇനി നമ്മൾ അതിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഗെയിൻ എല്ലാം കണ്ടുപിടിച്ചു. ഗെയിൻ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് തിയറം അപ്ലൈ ചെയ്യണം? വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് എനർജി തിയറം. ഗെയിൻ ഇൻ പ്രഷർ എനർജി ഈക്വൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഗെയിൻ ഇൻ പ്രഷർ എനർജി ഈക്വൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ് വർക്ക് എനർജി തിയറം. അപ്പൊ ഗെയിൻ ഇൻ പ്രഷർ എനർജി കൊടുക്കുന്നു. പ്രഷർ എനർജി ഗെയിൻ P1 V1 മൈനസ് P2 V2 തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈക്വൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി കൊടുക്കുന്നു. ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ പ്ലസ് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നു mgh2 മൈനസ് mgh1. ഇനി ചെയ്യുന്ന എളുപ്പമാണ്. 1 ഉള്ളതിനെ എല്ലാം ഒരിടത്ത് കൊണ്ടുപോവുക, 2 ഉള്ളതിനെ എല്ലാം ഒരിടത്ത് നിർത്തുക. ഇവിടെ 1 ഉള്ളത് P1 V1, അതിനെ അവിടെ തന്നെ നിർത്തി. മൈനസ് ഹാഫ് എം V1 സ്ക്വയർ അപ്പുറത്തുണ്ട്, അതിനെ ഇപ്പുറത്തോട്ട് ചാടിച്ചു. പ്ലസ് ഹാഫ് എം V1 സ്ക്വയർ മൈനസ് mgh1. ഇത് മൈനസ് mgh1 ആണ്. മൈനസ് കൺഫ്യൂഷൻ ആവില്ല, മൈനസ് mgh1 ആണ്. അതിനെ ഇപ്പുറത്ത് ചാടിച്ചു. പ്ലസ് mgh1 ഈക്വൽ ഇവിടെ എന്തോ കിടപ്പുണ്ട്? ഹാഫ് എം V2 സ്ക്വയർ അവിടെ ഉണ്ട്, അത് അതുപോലെ എഴുതി. ഇപ്പുറത്ത് കിടന്ന ഏതിനെയാണ്? ഇപ്പുറത്ത് ഹാഫ് എം V2 സ്ക്വയറും ഉണ്ട് പ്ലസ് mgh2 ഉണ്ട്. രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. പ്ലസ് mgh2 ഉണ്ട്. ഇപ്പുറത്ത് കിടന്ന മൈനസ് P2 V2 അപ്പുറത്തോട്ട് ഉണ്ട്. അപ്പൊ എന്തായി? പ്ലസ് P2 V2 ആയി. അപ്പൊ ഈ സ്റ്റെപ്പ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. വേറെ ഒന്നും ചെയ്യുന്നില്ല, അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം ഹാഫ് എം V1 സ്ക്വയർ എഴുതി, പ്ലസ് mgh1 എഴുതി, പ്ലസ് P1 V1 ഈക്വൽ ഹാഫ് എം V2 സ്ക്വയർ പ്ലസ് mgh2 പ്ലസ്
P2 V2. ലാസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും മതി. ഇവിടെ കൊണ്ട് ബെർണോളിസ് തിയറം പ്രൂഫായി. വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എം കൊണ്ട്. ഫസ്റ്റ് ടേമിൽ നിന്ന് എം പോയി കഴിയുമ്പോൾ ഹാഫ് V1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്ന് പോകുമ്പോൾ എം പോയി കഴിയുമ്പോൾ GH1 പ്ലസ് P1 ബൈ റോ എങ്ങനെ വന്നേ? ഇതാ ഇവിടെ എഴുതി കാണിക്കാം. P1 V1 ബൈ എം. മാസ് ബൈ വോളിയോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പൊ വോളിയം ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വോളിയം ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 1 ബൈ റോ ആയിരിക്കണം. അതാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ വന്നു? ദാ P1 V1 ബൈ എം എന്ന് പറയുമ്പോൾ ഈ V1 ബൈ എം എന്ന് പറഞ്ഞാൽ P1 ഇൻറ്റു 1 ബൈ റോ ആണ്. അപ്പൊ P1 ബൈ റോ എന്ന് കിട്ടും. ഇനി ഒരു സംശയം വരാൻ സാധ്യതയുള്ളത് V1 ബൈ എം എന്ന് പറഞ്ഞാൽ റോ 1 എന്ന് കൊടുക്കാം എന്ന് നമുക്ക് സംശയം വരും. കൊടുക്കരുത്. കാരണം ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം ഫ്ലൂയിഡ് തന്നെയാണ്. അതുകൊണ്ട് ഡെൻസിറ്റി മാറുന്നില്ല. അതുകൊണ്ട് ഡെൻസിറ്റി റിമെയിൻ സെയിം. റോ 1 റോ 2 ഇല്ല, റോ മാത്രമേ ഉള്ളൂ. P1 ബൈ റോ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഇവിടുന്ന് എം പോയി കഴിയുമ്പോൾ ഹാഫ് V2 സ്ക്വയർ പ്ലസ് എം പോയി കഴിയുമ്പോൾ GH2 പ്ലസ് P2 V2 ബൈ എം. V2 ബൈ എം എന്ന് പറഞ്ഞാൽ 1 ബൈ റോ ആണ്. റോ 2 എന്ന് കൊടുക്കരുത്, കാരണം ഡെൻസിറ്റി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് P2 ബൈ റോ. ഇതാണ് ഏത്? ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്തെടുത്തേക്കാണ്. ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നോക്കുക, ക്ലാസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. സോ ബെർണോളിസ് തിയറവുമായി ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫുമായി ഫിഗർ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം കഥ എഴുതുന്നതിന് പകരം നമ്മൾ ഇത്രയും സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.